സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഒരു ലഹരിയെ ചെറുക്കുവാൻ മറ്റൊരു ലഹരിയുടെ കൂട്ടുവേണോ? മയക്കുമരുന്നിനെതിരായ പ്രചാരണത്തിനു വേണ്ടി പ്രമുഖ മാധ്യമം പൈശാചിക കഥാപാത്രത്തെ ഉയർത്തുന്ന സിനിമയുടെ സ്വാധീനവും ലഹരിയും ഉപാധിയാക്കിയതെന്തിനെ? പ്രചാരണ പോരാട്ടം മഹത്താണെങ്കിലും ഇത് കണ്ടപ്പോൾ തോന്നിയത് ലഹരി വിരുദ്ധതയുടെ ശുദ്ധമായ ആശ്വാസമല്ല, പുതിയൊരു ആശങ്ക. തിന്മ ഏതെല്ലാം വിധത്തിലാണ് നുഴഞ്ഞു കയറുന്നത്, ആരെയൊക്കെയാണ് വഞ്ചിക്കുന്നത്? സിനിമ കണ്ടിട്ടല്ല, എമ്പുരാൻ സിനിമയെക്കുറിച്ച് ട്രെയിലറും വിശ്വാസ്യമായ ഉറവിടങ്ങളും പറയുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലാണിത്. ദേശവിരുദ്ധതയുടെയും മതരാഷ്ട്രീയ അജണ്ടയുടെയും ആക്ഷേപം ഉയരുമ്പോൾ തന്നെ ക്രൈസ്തവർക്ക് മറ്റൊന്ന് ശ്രദ്ധിക്കുവാനുണ്ട്. സിനിമയിൽ ക്രൈസ്തവ വിശ്വാസത്തിന് നേരെയുള്ള വെല്ലുവിളികൾ വീണ്ടും ഒരു സിനിമയിൽ കൂടി അത് ആവർത്തിച്ചിരിക്കുന്നു എന്നത് ആസൂത്രണത്തിൻ്റെ സൂചനയാണ്. ഇത്തരം പ്രമേയങ്ങളും ദൃശ്യങ്ങളും ഏതു സിനിമയിൽ എവിടെ കാണാനിടയാകുമ്പോഴും ക്രൈസ്തവർക്ക് തിരിച്ചറിവുണ്ടാകണം. സിനിമയിൽ എന്തും ചെയ്തു വെച്ചിട്ട് സിനിമയെ സിനിമയായി കാണുക എന്ന് പറയുന്നത് സാത്താന്റെ കെണിയാണ്. കെണിയിൽ വീണവരുടെയും കെണിയൊരുക്കുന്നവരുടെയും തന്ത്രവുമാണ്. തന്നെ ആരാധിച്ചാൽ യേശുവിന് നൽകാമെന്ന് 2000 കൊല്ലം മുമ്പ് ഒരു ദുഷ്ടപരീക്ഷകൻ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ ഇത്തരം സിനിമയിലൂടെ ചലച്ചിത്രകാരന്മാർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. പണവും പേരും സ്വാധീന ശേഷിയുമൊക്കെ. ഒപ്പം സമ്പാദിക്കുന്നത് ദുഷ്ടന്റെ ദാസ്യം കൂടിയാണെന്നും വിചാരിക്കുന്ന മാത്രയിൽ അത് ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും തിരിച്ചറിയാൻ ആത്മാവിന്റെ വെളിച്ചം വേണം. ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യുമ്പോൾ ചെകുത്താനെയല്ലാതെ വേറെ ആരെ ആശ്രയിക്കും എന്ന് നായകൻ പറയുന്ന വാചകം കൈത്തണ്ടയിൽ ചുറ്റിയ പാമ്പ് പോലെ അപകടകാരിയും കുടഞ്ഞെറിയേണ്ടതുമാണെന്ന സെൻസ് ക്രൈസ്തവ വിശ്വാസികൾക്കുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണം. പക്ഷേ അങ്ങനെ തോന്നിക്കേണ്ട സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും നഷ്ടപ്പെട്ടു പോയാലോ? അതിനിടവരുത്തുന്ന ആസ്വാദനങ്ങളെ കരുതിയിരിക്കണം. തമ്പുരാൻ എന്നർത്ഥമുള്ള എമ്പിരാൻ അഥവാ എമ്പുരാൻ എന്ന പേരിട്ട് ആരെയാണ് മലയാളത്തിലെ ചില ചലച്ചിത്ര നായകർ സ്വന്തം തമ്പുരാനാക്കി വാഴിക്കുന്നത്? മുമ്പേ പറഞ്ഞ ആ പരീക്ഷകനാകാം പലരുടെയും ദൈവവും തമ്പുരാനും. സിനിമയിലുള്ളത് നിശ്ചിത അജണ്ടയുടെ ഭാഗവുമാകാം. കാരണം ദൈവപുത്രൻ എന്ന വാക്കിൽ തന്നെയുണ്ട് അജണ്ടയുടെ സൂചന. ക്രൈസ്തവർ ദൈവവും ക്രിസ്തുവുമായി കരുതുന്ന യേശുവാണ് ദൈവപുത്രൻ എന്ന സാർവത്രിക വിശേഷണമുള്ള ഏക ആരാധ്യ വ്യക്തി. ദൈവപുത്രനെ തെറ്റുപറ്റുക എന്ന ദൈവദൂഷണപരമായ വാചകം കൊണ്ട് ദ്രോഹിക്കപ്പെടുന്നത് ക്രൈസ്തവ വിശ്വാസികളും നിന്ദിക്കപ്പെടുന്നത് ക്രിസ്തുവും തന്നെയാണ്. ചെകുത്താനെ സ്വീകരിക്കുമ്പോൾ ദൈവപുത്രനെ തിരസ്കരിക്കുകയുമാണ്. ദൈവപുത്രനെ സ്വീകരിച്ചിട്ടുള്ളവർക്ക് തമാശയ്ക്ക് വേണ്ടി പോലും ഇങ്ങനെ പറയാൻ കഴിയില്ല. അവിടുത്തെ നിന്ദിക്കുവാനും കേവലം മനുഷ്യൻ മാത്രമായി ചിത്രീകരിക്കുവാനും ക്രൈസ്തവരെ വിശ്വാസത്തിൽ കടന്നാക്രമിക്കുവാനും താല്പര്യമുള്ളത് ഏതു കൂട്ടർക്കെന്ന് പറയേണ്ടതില്ലല്ലോ. ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് നിസ്സാരീകരിക്കാം. പക്ഷേ പൈശാചികാണുവിന്റെ സംഹാര ശക്തി ചെറുതായി കാണേണ്ട. ഇത് മനുഷ്യരോട് ചെയ്യുന്ന ദ്രോഹം മാത്രമല്ല, രക്ഷകനായ ക്രിസ്തുവിനോട് 2 സഹസ്രാബ്ദം മുമ്പേ ക്രിസ്തുവൈരിയുടെ ആത്മാവ് നടത്തിയ വിദ്വേഷ പ്രയോഗത്തിന്റെ തുടർച്ചയാണ്. ലൂസിഫർ എന്ന പദം കൊച്ചുകുട്ടികൾ പോലും വിനോദപരമായി കരുതുകയും ഉച്ചരിക്കുകയും ചെയ്യുന്ന വിധം ദൈവവും സാത്താനും തമ്മിലുള്ള അകലം കുറച്ചു കാണിക്കുന്നതിന് പിന്നിലെ പ്രേരണ
ആരുടേതാണ്? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നിത്യശത്രുവായി മാറിയ സാത്താനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിമിതമായ ഇടങ്ങളിലെ പരാമർശിക്കുന്നുള്ളൂ. കാരണം അവനെക്കുറിച്ച് വിസ്തരിക്കാനല്ല, മനുഷ്യവംശത്തെ പ്രത്യാശയിൽ വീണ്ടെടുത്ത് ദൈവോന്മുഖമായി വഴി നടത്താനാണ് തിരുവചനങ്ങൾ. എന്നിരിക്കെ നിത്യജീവിതത്തിൽ സാർവത്രികമായി പിശാചിനെ പരാമർശിക്കത്തക്ക വിധം സിനിമയിലൂടെ അവനെ മനുഷ്യ മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കുന്ന കുടിലതന്ത്രം ആരുടേതാണ്? ദുഷ്ടനുമായുള്ള ധാരണയും ഒത്തുതീർപ്പും അതിൻ്റെ അവതരണവും ആരുടേതായാലും ആസ്വദിക്കുന്ന പ്രേക്ഷകർ അതിൽ പങ്കുകാരാണ്. വിളിക്കാതെ വലിഞ്ഞു കയറുന്നവർ ആത്മാവിലേക്ക് പാത വെട്ടി ആധിപത്യം സ്ഥാപിക്കുമെന്ന് ഇത്തരം സിനിമകൾ ആസ്വദിക്കുന്നതിനിടെ ക്രൈസ്തവർ ഓർക്കുന്നത് നന്ന്. ഇവ ഒരുക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് ആരുടെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു തരാൻ മറ്റൊരു മഹത്തായ ചിത്രമുണ്ട്, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. ചലച്ചിത്ര സൃഷ്ടികളാകെ തന്നെ ക്രിസ്തുവിരുദ്ധവും തിരുവചന വിരുദ്ധവുമായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോൾ ആ പ്രവണതയെ ഒറ്റയടിക്ക് വെല്ലുവിളിച്ച സിനിമയാണ് 20 വർഷം മുമ്പിറങ്ങിയ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. റോസലിൻഡ ചെലിൻധോനയും ഡവീഡെ മറാത്തയും അവതരിപ്പിക്കുന്ന ആൺപെൺ ഉഭയഭാവമുള്ള രൂപങ്ങളുടെ ദ്വയം അതിൽ പ്രേക്ഷകർ കണ്ടു. പീഡയേൽക്കുന്ന യേശുവിനെ നിഗൂഢമായി നിരീക്ഷിക്കുന്ന രഹസ്യാത്മക അമ്മ രൂപവും അവർ കയ്യിലേന്തിയ ഭീതിത ഭാവമുള്ള മുതിർന്ന ശിശുരൂപവും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ലാത്തതാണെങ്കിലും അത് യേശുവിനെ പരിഹസിക്കുന്ന സാത്താൻ തന്നെ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അക്കാലത്തു തന്നെ ലോകത്തിൽ ഉണ്ടെന്ന് തിരുവചനം പറയുന്ന അന്ത്യക്രിസ്തുവിന്റെ അഥവാ ക്രിസ്തുവൈരിയുടെ ആത്മാവ്. അതേ അരൂപി തന്നെയാണ് വിവാദ സിനിമകളിലും സംസാരിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശിക്കൽ മുടക്കാനും രക്ഷാകര പദ്ധതി അട്ടിമറിക്കാനും ശ്രമിച്ചു പരാജയപ്പെട്ട കൗശലക്കാരൻ പിന്നീട് ചരിത്രത്തിൽ നുണകളുടെ പ്രവാഹം തുറന്നുവിട്ടു. ദൈവപുത്രന്റെ ദൈവത്വത്തെ കടന്നാക്രമിച്ച ദൈവശാസ്ത്ര പാഷാണ്ഡതകളും സൂക്ഷ്മകളും അതിൻ്റെ ഭാഗം. അക്കൂട്ടത്തിൽ ഏറ്റവും വലുതും അനേകം ആത്മാക്കളെ തട്ടിമാറ്റിയതും ക്രിസ്തുവിനെ തന്നെ തള്ളിപ്പറഞ്ഞ് യേശു ദൈവമല്ല, ദൈവം പരിശുദ്ധ ത്രിത്വമല്ല എന്നതടക്കം മാരക നുണകളോടെ പിൽക്കാലത്ത് ഉണ്ടാക്കിയെടുക്കപ്പെട്ട മതപാഠങ്ങൾ. നുണയന്റെ കള്ളങ്ങൾ പിന്നീടും പല രൂപത്തിൽ മനുഷ്യരാശിയെ പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു തിരുവചനം തന്നെ പത്രോസിന്റെ 1-ാം ലേഖനം അധ്യായം 1 വാക്യം 8, നിങ്ങളുടെ ശത്രുവായ പിശാചെ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു എന്നത് ഏറെ പേർ തെറ്റിദ്ധരിച്ചു. കൗശലക്കാരനായ പിശാച് ഒരിക്കലും തന്റെ അലറുന്ന സിംഹമുഖം പുറത്തു കാട്ടുകയില്ല എന്നോർക്കാത്ത ആത്മാക്കളെ അവൻ സമർത്ഥമായി വഞ്ചിക്കുന്നു. സിംഹമുഖം അറച്ചുവെച്ച് മാദക മോഹന പ്രിയ താരങ്ങളിലൂടെ അവൻ മനുഷ്യരെ കെണിയിലാക്കുന്നു. സമൂഹം പൊതുവായി സ്വീകരിക്കുന്ന പ്രിയകരമായതെല്ലാം നന്മയും സുരക്ഷിതവുമെന്ന അപായകരമായ സന്ദേശമാണ് ഉറച്ച വിശ്വാസികളുടെ വരെ മസ്തിഷ്കത്തിലേക്ക് അവൻ കുത്തിവെക്കുന്നത്. ചെകുത്താനെ ഉയർത്തിക്കാട്ടുന്ന സിനിമകൾ പോലും ഉണ്ടാകുന്നതും ആസ്വദിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്. സിനിമകളെ നിസ്സാരമായി കണ്ടുകൂടാ എന്ന് ബോധ്യപ്പെടാൻ ഈ തിരിച്ചറിവ് മതി. രസം തോന്നിച്ച് കെണിയിലാക്കുന്ന തിന്മകളെല്ലാം ദുഷ്ടന്റെ സിംഹമുഖത്തെ മറയ്ക്കുന്ന പൊയ്മുഖങ്ങൾ. അതറിയാതെ എല്ലാ രസങ്ങളും രസിപ്പിക്കുന്നവയും സ്വീകാര്യമായി കരുതി ആസ്വദിക്കുന്നവരുടെ ഗതി സിംഹവക്തത്വത്തിലേക്കല്ലാതെ എവിടേക്കാണ്? അത് സംശയിക്കാൻ പോലും കഴിയാത്തത് വലിയ ദുരന്തത്തിന്റെ ലക്ഷണം.